മച്ചാനെ നമസ്കാരം. ഞാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് മച്ചാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളെ തക്കാളി ചെടിക്ക് നല്ലതുപോലെ വെയിലൊക്കെ കിട്ടത്തക്ക വിധത്തിൽ എങ്ങനെ ഒരു പന്തലിട്ട് നമുക്ക് സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മച്ചാനെ നമ്മളെ തക്കാളി ചെടിയൊക്കെ ഇതുപോലെ വളർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ചെടി എന്ന് പറഞ്ഞാൽ വലിയ ശക്തിയൊന്നും ഉള്ളതല്ല, എന്നാൽ ഇത് ഒരു 1.5-2 മീറ്റർ പൊക്കത്തോളം വളരും. ഇത് ക്രോപ്പായിട്ട്, അതായത് കുറ്റിച്ചെടി പോലെ വളരുന്ന ഒരു ചെടിയല്ല, ഇത് നല്ല പൊക്കത്തിൽ പോകും. അപ്പോൾ അങ്ങനെയുള്ള ചെടി നമ്മൾ സംരക്ഷിക്കണം. അതായത് ഇതുപോലെ വളർന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ തണ്ടൊടിയുകയും അതോടെ ആ ചെടിയുടെ വളർച്ച മുരടിച്ച് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ഒരു 2-3 കമ്പ് ഇങ്ങനെ നിർത്തുക. അതായത് പൊക്കമുള്ളത് ഒരു 2 മീറ്ററെങ്കിലും പൊക്കമുള്ള 3-4 കമ്പ്, നമ്മൾ എത്ര നീളമുണ്ടോ അത് നോക്കി ഈ പന്തൽ പോലെ അത് മറിയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ കമ്പുകൾ വെച്ച് കെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ആദ്യം കുഴിച്ചിടണം. കാരണം ഒരുപാട് വളർച്ച വന്നു കഴിഞ്ഞാൽ നമ്മളെ തക്കാളിയുടെ വേരുപടലം അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം നിറയും. ആ വേരുപടലം നിറയുന്നതിന് മുമ്പ്, അതായത് ഇതുപോലെ കുഞ്ഞ് തൈയായിരിക്കുമ്പോൾ തന്നെ തക്കാളിയുടെ ചുവട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 50 അല്ലെങ്കിൽ ഒരു 10-30 സെൻറ്റിമീറ്ററെങ്കിലും വിട്ടൊരു കുറ്റി ഒരു തൂണ് നമ്മളിങ്ങനെ കുഴിച്ച് നിർത്തി കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് കുറുകെ കമ്പുകൾ വെച്ച് കെട്ടാൻ. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു 3-4 തൂണ് നമ്മൾ ഇങ്ങനെ വെച്ച് കെട്ടിയ ശേഷം അതിൻ്റെ സൈഡുകളിൽ ഇതുപോലെ നമ്മൾ ഈറയുണ്ടെങ്കിൽ ഈറ എടുക്കുക. ഇപ്പോൾ ഈറ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ മടൽ ചെത്തി കീറി രണ്ടാക്കി ഈ കൊടിക്ക് വരിയും പോലെ വരിഞ്ഞു കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഇതുപോലെ വരിഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തക്കാളി ചെടിയെ ഓരോന്നിനെയായിട്ട് ഇതിലേക്ക് പിടിച്ച് കെട്ടാം. അപ്പോൾ ഇനിയും ഇത് തീർന്നിട്ടില്ല, ഇനി അടുത്ത പണിയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ, അപ്പോൾ മാത്രമല്ല ഏതൊരു കാറ്റോ വെയിലോ മഴയോ ഒക്കെ വന്നാലും നമ്മളെ ഈ കെട്ടിയിരിക്കുന്ന നെറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അലയുകയോ മറിയുകയോ ഇല്ല. നമ്മളെ ചെടിക്ക് ഒരു കുഴപ്പവുമില്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചെടി ഓരോ ഘട്ടം വളർന്നു വരുമ്പോഴും അതിന് തണ്ടുകളെ പിടിച്ച് നമുക്ക് ഓരോ അറ്റത്തായിട്ട് കെട്ടിക്കൊടുക്കുകയും ചെയ്യാം. ഒരു തണ്ട് പോലും ഒടിയേയില്ല. അതുപോലെ തന്നെ നമുക്ക് കായ്കൾ വരുമ്പോൾ ഓരോ കായ്കളും നമുക്ക് ബലമില്ലാതെ എന്ന് തോന്നുന്നെങ്കിൽ അതിലേക്ക് ഒരു കൊലയിൽ തോനെ കായുണ്ടെങ്കിൽ ഓരോ കായും പിടിച്ച് നമ്മൾ തണ്ടിൽ ഇതിലോട്ട് വെച്ച് കെട്ടിക്കൊടുത്താലും മതി ഇങ്ങനെ. അപ്പോൾ നമുക്ക് നല്ല സേഫ്റ്റി ആയിട്ട് നല്ലതുപോലെ തന്നെ തക്കാളിയെ വളർത്തിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ മടൽ എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് തൂണുകൾ കുഴിച്ചിട്ട് കെട്ടിക്കൊടുത്താൽ ഏത് മഴ സമയത്തും കാറ്റുള്ളപ്പോഴും നമ്മളെ ചെടിയെ നല്ലതുപോലെ സംരക്ഷിക്കാം. എന്ന് മാത്രമല്ല, ഇതുപോലെ നമ്മൾ കുറുകെ കെട്ടിക്കൊടുത്താലുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ ചെടികളെ ഓരോന്നിനായിട്ട് നമുക്ക് ഈ വള്ളികളിൽ പടർത്തി വിടാം. വരുന്ന ശാഖകളെ ഇങ്ങനെയൊക്കെ നമുക്ക് എവിടെ വേണമെങ്കിലും കെട്ടി സംരക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തക്കാളി ചെടി ഒരു കാരണവശാലും മറിഞ്ഞു വീഴില്ല, അതിന് മറ്റ് രോഗങ്ങളൊന്നും വരില്ല. അതായത് ഇത് ചെടി അനങ്ങി മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ വേരുകൾക്ക് മുറിവൊക്കെ ഉണ്ടായാണ് കൂടുതലായും നമ്മളെ ചെടിക്ക് അസുഖം വരുന്നത്. അതായത് മണ്ണിൽ കൂടിയുള്ള അണുക്കൾ ഇതിലേക്ക് കടന്നു കൂടുന്നത് ഈ ഒരു സ്റ്റേജ് വരുമ്പോഴാണ്. അപ്പം അങ്ങനെ നമുക്ക് വീഴാതെ സംരക്ഷിക്കാൻ ഇത് വേണ്ട. ഏത് കാറ്റ് വന്നാലും ഇത് ഇത്രയും സേഫ്റ്റി ആയിട്ട് കെട്ടിയിരിക്കുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഇത് മറിഞ്ഞു വീഴില്ല. രണ്ടാമത് നമ്മളെ ചെടി എത്ര പൊക്കത്തിൽ വളരുന്നോ അത്രയും പൊക്കത്തിലേക്ക് കമ്പുകൾ പൊങ്ങി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വീണ്ടും ഒരു വരിയും കൂടെ വെച്ച് കെട്ടണമെങ്കിലും വെച്ച് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ഇതുപോലെ തന്നെ നമ്മളെ തക്കാളി ചെടിയെ സംരക്ഷിച്ച് പടര് വെച്ച് കെട്ടി സംരക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ തക്കാളി കൃഷി വിജയിപ്പിച്ചെടുക്കാം. മാത്രവുമല്ല, ഈ തക്കാളിയുടെ ഹാർവസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഒരു 3-4 മൂട് പയർ നട്ടാലും നമുക്കിതിലേക്ക് പടർത്തി കൊടുക്കാം. ഇത് നമുക്കൊരു സ്ഥിരമായ ഒരു
പന്തലായിട്ട് ഒരു താങ്ങായിട്ട് ഇവിടെ നിർത്തിയേക്കുകയും ചെയ്യാം. ഇത് കുറഞ്ഞത് 1 വർഷം വരെ ഇങ്ങനെ നിൽക്കും. ആ സമയത്ത് നമുക്ക് തക്കാളി പരുവായി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തൈകൾ നടുന്ന, അതായത് പയർ, അതുപോലെ തന്നെ നമ്മളെ വാളരിപ്പയർ, ചതുരപ്പയർ ഒക്കെ നടുമ്പോൾ നമുക്ക് ഇതിലേക്ക് പടർത്തി കൊടുക്കുകയും ചെയ്യാം. ആ സമയത്ത് നമ്മൾ വേറെ പന്തൽ കെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ചെടിയെ നല്ലതുപോലെ വളർത്തിയെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും, എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഷെയറുകളും സബ്സ്ക്രൈബുമാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം. അപ്പോൾ ഇനിയും ഒരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു. എല്ലാ മച്ചാന്മാർക്കും നന്ദി, നമസ്കാരം.